നമസ്കാരം, ഞാൻ ജസ്റ്റിൻ ജോസഫ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ കാണാൻ ശരിക്കും വൈറലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കും. ഓക്കെ? കണ്ടല്ലോ വീഡിയോ. ഇനി നമുക്ക് പറയാതിരിക്കാൻ പറ്റും രണ്ട് വാക്ക്. രണ്ടല്ല, ഒരുപാട് വാക്കുകൾ പറയാനുണ്ട്. എനിക്കിത് കാണുമ്പോൾ സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് ഓർമ്മയായിരുന്നു. മാസ് ഡയലോഗ്. ആ ഡയലോഗ് ഇപ്പോൾ പറയാം. 1000 രൂപ കൊടുത്തവൻ ശ്രീകോവിലത്ത് മുന്നിൽ, 500 രൂപ കൊടുത്തവൻ 50 അടി അകലെ, കൈ കാശില്ലാത്തവൻ ചുറ്റമ്പലത്തിന് വെളിയിൽ. ആ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്. സുരേഷ് ഗോപി ആ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് സിനിമയിലൊക്കെ പറയാനൊക്കെ കൊള്ളാം, പക്ഷെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ചില്ല. സുരേഷ് ഗോപി എന്ന മന്ത്രി പോട്ടെ, സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ പോട്ടെ, ഒരു മനുഷ്യനല്ലേ, ഒരു സാധാരണ മനുഷ്യൻ അവിടെ നിന്ന് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക പബ്ലിക്കായിട്ട്. പുള്ളിയൊരു പബ്ലിക് ഫിഗർ അല്ലേ സുരേഷ് ഗോപി. അത് വന്നു നിൽക്കുന്ന സാധു ഒരു മനുഷ്യൻ. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈ ചെവിയും കേൾക്കാൻ വല്ല വർത്തമാനം പറയാൻ പറ്റുന്ന കാണിക്കുന്നുണ്ട് ആക്ഷേപി. അത് കണ്ടിട്ട് ഒരു ദയ തോന്നല്ലേ ഇങ്ങനെ മാറ്റി ചേർക്കുന്നത്. എനിക്ക് ആ ഡയലോഗ് ഇപ്പോൾ ഓർമ്മ വന്നത്, അതുകൊണ്ട് ആ ഡയലോഗ് പറഞ്ഞത്. അങ്ങനെ പബ്ലിക് ഫിഗറായിട്ടുള്ളവർ ആരും ചെയ്യാൻ പാടില്ല. എന്തിന് പബ്ലിക് ഫിഗർ അല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല പബ്ലിക്കായിട്ട്. ഒരു ഫംഗ്ഷന് വന്നപ്പോൾ കണ്ടോ നടന്ന സംഭവമാണ്. അദ്ദേഹം അറിവില്ലാതെ കൊണ്ട് മുന്നിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ പോയി നിന്ന് അതിന് ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടി ഒരു ഷോ കാണിച്ചൊക്കെ പറഞ്ഞത് അതൊക്കെ മോശമായിപ്പോയി. ഇപ്പം ഇലക്ഷൻ സമയമായിരുന്ന പുള്ളിക്കാരനെ പിടിച്ച് ഫ്രണ്ട് കയറുകയും ചെയ്യാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുക്കാൻ. ഇലക്ഷനെല്ലാം കഴിഞ്ഞ് മന്ത്രിയായി. ഇനിയിപ്പോൾ ഇവരൊന്നും ആവശ്യമില്ലല്ലോ, 5 വർഷത്തേക്ക് ഇവരൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി ഇലക്ഷന് മുമ്പാണെന്ന സുരേഷ് ഗോപി അല്ല ഇപ്പോൾ ഇലക്ഷനിൽ ജയിച്ച് മന്ത്രിയായതിനു ശേഷമുള്ള സുരേഷ് ഗോപി. സിനിമയിലൊക്കെ പഞ്ച് ഡയലും മാസ് ഡയലും ഭയങ്കര നായകനും സൂപ്പർ സ്റ്റാറൊക്കെയാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ മന്ത്രിയായതിനു ശേഷം വെറുപ്പീര് മാത്രമേ ഉള്ളൂ കയ്യിലിപ്പോൾ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് ഒരു പബ്ലിക് ഫിഗർ ആയ ഒരാൾ അങ്ങനെ ചെയ്യാനേ പാടില്ല. അതങ്ങനെ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ വിഷമം തോന്നി. അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്ത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.